ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്നൊരു വചനം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-12 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇന്ന് ഈ വചനം വായിച്ച് കേൾപ്പിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വിധത്തിൽ ജീവിതത്തിൽ മരണത്തിൻ്റെ നിഴലിലോ ഏതെങ്കിലും തരത്തിൽ രോഗത്തിലായിക്കോട്ടെ, ദുഃഖത്തിലായിക്കോട്ടെ, ഇനി മുന്നോട്ടുള്ള ഏത് പ്രശ്നമായിക്കോട്ടെ ജീവിക്കുവാൻ വഴിയില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു ഹൃദയമായി നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ മുകളിലുള്ള വാക്യത്തിൽ ഓർത്തോണം, കവർന്നഭൂമിയിൽ ചെന്ന് പാർത്തു. നിന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ ഒന്ന് പാർക്കുക, നിന്റെ ഭവനത്തിൽ യേശുവിനെ ഒന്ന് പാർക്കുക. നീ ഒന്ന് ക്ഷണിച്ച നിന്റെ ഇന്നുള്ള അവസ്ഥകൾ മാറും. ഇരുട്ടിൻ്റെ ഏത് അനുഭവമാണെങ്കിലും, വേദനയുടെ ഏത് അനുഭവമാണെങ്കിലും, ഒരു പക്ഷേ മുന്നോട്ട് ഇനി മരിച്ചാൽ മതി എന്ന് തോന്നി ചിന്തിച്ചിരിക്കുവാണെങ്കിൽ യേശുവെ എന്ന് വിളിച്ചാൽ, നീ ഒന്ന് ക്ഷണിച്ചാൽ ക്ഷണത്തിൽ യേശു കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരും. കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയൊന്നും മരണത്തിൻ്റെ നിഴലാണ്, താഴ്വരയാണ്. നീ ആ ഒരു സ്ഥിതിയിലേക്ക് അപ്പുറം പോയെന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിച്ചെടുക്കുവാൻ യേശു കർത്താവിന് കഴിയും. തിരുവചനത്തിലൊരു സ്റ്റോറിയുണ്ട്. അതിങ്ങനെയാണ്: ലാസറിൻ്റെ ഭവനത്തിൽ മരിച്ചു, നാറ്റം വെച്ചു. പക്ഷേ യേശു കർത്താവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായപ്പോൾ മരിച്ചവന് ഉയർത്തു. ഇന്ന് രാത്രി നിൻ്റെ ഏത് മരിച്ച അവസ്ഥയാണെങ്കിലും, ഏത് നിലവിളിയുടെ അവസ്ഥയാണെങ്കിലും, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ദൈവമക്കളോ അല്ലാത്തവരോ ഉണ്ടെങ്കിൽ യേശുവെ എന്നൊന്ന് വിളിക്കുക, യേശുവിനെ ക്ഷണിക്കുക. ആ കർത്താവിനോടൊന്ന് ചോദിക്കുക, കർത്താവ് ഇതിൽ നിന്നൊന്ന് വിടുവിക്കുക, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഇരിക്കും, അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കാം എന്ന് തീരുമാനിച്ചാൽ ഇന്ന് നിങ്ങളുടെ രക്ഷയാണ്. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ രക്ഷിക്കും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏത് വിഷയമാണെങ്കിലും, അതെന്ത് വിഷയമായിക്കോട്ടെ, അത് ഇപ്പോൾ തന്നെ മാറിയിരിക്കും. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കും. കർത്താവ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാകട്ടെ, ഏത് മകനോ മകളോ അപ്പനോ അമ്മയോ ആരുമായിക്കോട്ടെ, ഒരുപക്ഷെ കുടുംബം തകർന്നിരിക്കും, രോഗങ്ങളാൽ ഭാരപ്പെട്ടു, വേദനയാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വഴികൾ അടഞ്ഞിരിക്കാം, വാതിലുകളെല്ലാം അടഞ്ഞിരിക്കാം, ഇരുട്ടിൻ്റെ അവസ്ഥയായിരിക്കാം. എന്നാൽ യേശുവെ എന്ന് വിളിച്ച് ഒന്ന് പാർക്കുവാൻ ആരെങ്കിലും ഇപ്പോൾ ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ, അതല്ല കർത്താവിനെ അറിഞ്ഞവരാണെങ്കിൽ കൂടി അവർ പിന്മാറ്റ അവസ്ഥയിൽ പോയി തകർന്നവരായി ഒന്ന് വിളിച്ച് കർത്താവെ വിളിക്കുന്ന ഈ ഓരോ വ്യക്തികളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി ആ അവസ്ഥയിൽ നിന്നും അവരെ വിടുവിക്കേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി, സ്തുതി, സ്തോത്രം അർപ്പിക്കും. യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ സത്യസുവിശേഷവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ താല്പര്യപ്പെടുന്നു. ദയവായി ഇത് കാണുക, കേൾക്കുക, ഫോളോ ചെയ്യുക. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.